പെരിഫറൽ സ്മിയർ കഴിഞ്ഞ് ഇനി കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്ന ഏതെടുത്ത് കൊടുക്കും? ബോൺ മാരോ എടുത്ത് നോക്കും. ബോൺ മാരോയിൽ എന്തെങ്കിലും ലിംഫോബ്ലാസ്റ്റിന്റെ ഇൻഫിൽട്രേഷൻ ഉണ്ടാവും. അത് ഗ്രേറ്റർ ദാൻ 20% ആയിരിക്കും. അനീമിയാണ്, ത്രോംബോസൈറ്റോപിനിയാണ്. താഴെ ആസ്പിറേഷൻ ഓർ ബയോപ്സി എന്ന് ഞാൻ എഴുതാൻ കാരണം പല പീഡിയാട്രിഷ്യൻസും അല്ലെങ്കിൽ ഫിസിഷ്യൻസും ചിലപ്പോൾ ആസ്പിറേഷൻ മാത്രം വിടും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ALL ഡയഗ്നോസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ആസ്പിറേഷനും ചെയ്യണം, ബയോപ്സിയും ചെയ്യണം. കാരണം ആസ്പിറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലുക്കീമിക് സെല്ല് ആസ്പിറേഷനിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ബയോപ്സിയും കൂടെ എടുത്ത് നോക്കണം എന്ന് പറയുന്നത്. അപ്പൊ ബോൺ മാരോന്റെ ആസ്പിറേഷനും ചെയ്യണം, ബയോപ്സിയും ചെയ്യണം. റൈറ്റ്? ഓക്കേടാ. ഇനി ഇതാണ് പെരിഫറൽ സ്മിയർ. ലിംഫോബ്ലാസ്റ്റ് കാണും. ഉണ്ടോ? മെച്ചർ അല്ലാത്ത ലിംഫോസൈറ്റ്സ് കാണാം. ലിംഫോബ്ലാസ്റ്റ്, പ്രോ ലിംഫോസൈറ്റ്സ് ഉണ്ട്. പെരിഫറൽ. ഇനി ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ നമുക്ക് അവസാനം ഏറ്റവും കൂടുതൽ ഒരു 2 എണ്ണം മുമ്പിൽ വരിക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ALL ആണോ AML ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന ഇതിൽ കൂടിയാ പെരിഫറൽ സ്മിയറിൽ കൂടി ആയിരിക്കും. കാരണം ഓർമ്മയില്ലേ ഓർ റോഡ് എന്ന് പറയുന്ന സംഭവം? ഓർ റോഡ് ഏതിൽ കാണും? AML കാണും, ALL കാണത്തില്ല. റൈറ്റ്? ജസ്റ്റ് ഡിഫറൻസ് ആണ് AML-ഉം ALL-ഉം എന്നുള്ളത്. കാണുന്നുണ്ടോ? AML എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ അഡൽട്സിലാണ്. ALL എന്ന് പറയുന്നത് ചിൽഡ്രൻസ്. സ്പ്ലീനോമെഗാലി, ഹെപ്പാറ്റോമെഗാലി സെയിം അതേ ഫീച്ചേഴ്സ് എന്ത് AML-ലും ഉണ്ടാവും, ALL-ലും ഉണ്ടാവും. ലോ ടു ITLC. ഇവിടെ എന്തായിരിക്കും? മൈലോബ്ലാസ്റ്റ് ആയിരിക്കും, ഇവിടെ ലിംഫോബ്ലാസ്റ്റ് ആയിരിക്കും. അവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞിട്ട് M0 to M7. ഇവിടെ FAB L1 to L3, പിന്നെ ഇമ്മ്യൂണോ ഫിനോടൈപ്പിലുള്ള പ്രീ ബി, മെച്ചർ ബി, ടി സെൽ, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനും. പിന്നെ സൈറ്റോക്രോമിക് സ്റ്റെയിൻസ് അവിടെ ഉപയോഗിക്കുന്നത് AML ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് മൈലോപെറോക്സിഡേസും സുഡാൻ ബ്ലാക്കും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ PAS-ഉം ആസിഡ് ഫോസ്ഫേറ്റും. ഓക്കെ, ALL PAS-ഉം ആസിഡ് ഫോസ്ഫേറ്റസും. അതാണ് പ്രധാനമായിട്ടും AML ALL തമ്മിലുള്ള. പിന്നെ ഓർ റോഡ്, AML-ന്റെ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ആണ് ഓർ റോഡ്. അത് പെരിഫറൽ സ്മിയർ നോക്കിയിട്ടാണ് ലാസ്റ്റ് ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, AML ആണോ ALL ആണോ എന്നുള്ളത്. റൈറ്റ്. ഇനി ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഇതാ കണ്ടോ? ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നമുക്ക് നേരത്തെ പറഞ്ഞു പ്രൈമറി, അതായത് ALL വരുന്ന ഏതൊരാൾക്കാരും പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് പാലർ, പെട്ടക്കിയ, പെർപ്യൂറ, ഫാറ്റിക് എന്ന് വെച്ചിട്ടാണ്. ഇതെല്ലാം കാണപ്പെടുന്ന മറ്റ് കണ്ടീഷൻസ് ആണ് IMN, അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ലിംഫോസൈറ്റോസിസ്, ഇഡിയോപതിക് ത്രോംബോസൈറ്റ് പെർപ്യൂറ, അപ്ലാസ്റ്റിക് അനീമിയ, CMV, AML. റൈറ്റ്? ഇതിൽ തന്നെ മോസ്റ്റ് കോമൺ കണ്ടീഷൻ ചിൽഡ്രൻസിൽ പ്രസന്റഡ് വിത്ത് പെർപ്യൂറ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ITP ആണ് കേട്ടോ, ഇഡിയോപതിക് ത്രോംബോസൈറ്റിക് പെർപ്യൂറ. റൈറ്റ്? അതേ സാധനം. ഇനിയിപ്പോ ഇത് പഠിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവാം. IMN ആണെങ്കിൽ അതിന്റെ മോസ്റ്റ് കോമൺ പ്രസന്റേഷൻ ആയിട്ടുള്ള സോർ ത്രോട്ട് ഉണ്ടാവും, പക്ഷെ അത് ALL കാണുന്നില്ല. റൈറ്റ്? അക്യൂട്ട് ഇൻഫെക്ഷ്യസ് ലിംഫോസൈറ്റോസിസിൽ നമ്മൾ പെരിഫറൽ സ്മിയർ നോക്കുമ്പോൾ ലിംഫോബ്ലാസ്റ്റ് കാണത്തില്ല. പിന്നെ അവിടെ ഒരു ഒഴിഞ്ഞ് കാണുന്നില്ല, ക്ലിയർ ITP ആണ്. ITP-യിൽ ലിംഫ് അഡിനോപ്പതി കാണുന്നില്ല. പിന്നെ അപ്ലാസ്റ്റിക് അനീമിയയിലും ഓർഗാനോമെഗാലിയും ലിംഫഡിനോപ്പതി ഒന്നും കാണുന്നില്ല. CMV-യിൽ നോക്കുകയാണെങ്കിൽ സൈറ്റോമെഗാലോ വൈറസിന്റെ ആന്റിജൻ അതിന്റെ പെരിഫറൽ സ്മിയറിൽ ഉണ്ടാവും, ALL അത് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. AML-ഉം ALL-ഉം ആയിട്ട് നോക്കുമ്പോൾ എന്ത് നോക്കിയിട്ട് പെരിഫറൽ സ്മിയർ നോക്കിയിട്ട് ഓർ റോഡ്. ഈ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചുമ്മാ എഴുതിയതാണ് കേട്ടോ. IIA എന്നുള്ളത് ചുമ്മാ നമ്മൾ പറയുന്ന പോലെ തന്നെ 3 I-യും 2 A-യും. IMN, ITP, infectious lymphocytosis. A for AML and aplastic anemia. IIA. Okay. Bone marrow.
ഇനി എക്സ്ട്രാ മെഡുലറി ഇൻവോൾവ്മെന്റ്. നേരത്തെ പറഞ്ഞു CNS ഉണ്ടാകും, ടെസ്റ്റിസിൽ വരാം, പിന്നെ തൈമസിൽ വന്ന് എൻലാർജ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ എക്സ്ട്രാ മെഡുലറി ഇൻവോൾവ്മെന്റ് ഹാർട്ടിൽ വരാം, കൺജസ്റ്റീവ് ആയിട്ട്, ലങ്സിൽ വരാം, കിഡ്നിയിൽ വരാം, ഓവറിയിൽ വരാം, സ്കിന്നിൽ വരാം, ഐയിൽ വരാം. അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. അത് എക്സ്ട്രാ മെഡുലറി ഇൻവോൾവ്മെന്റ് ഏതിലൊക്കെ ഉണ്ട് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആ പേര് കൂട്ടി കഴിച്ചാൽ മതി. ALL എന്ന് കൂട്ടി കഴിച്ചോക്ക്. ഓൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. CNS, ഹാർട്ട്, ലങ്സ്, കിഡ്നി, ഓവറി, സ്കിൻ, ഐ. റൈറ്റ്. ഇനി മാനേജ്മെന്റ് ഒരിക്കലും കൃത്യമായിട്ട് പറഞ്ഞു തന്നാണ്, ഒരാഴ്ച ക്ലാസ് എടുത്താണിത്. 4 സ്റ്റെപ്സ് ആണുള്ളത്. ഇൻഡക്ഷൻ, CNS പ്രൊഫൈലാക്സിസ്, ഇന്റൻസിഫിക്കേഷൻ, മെയിൻ്റനൻസ്. CNS പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പിന് ഇൻഡക്ഷൻ 2 ഫേസ് എന്നും പറയും. ഇന്റൻസിഫിക്കേഷൻ ഫേസിന് കൺസോൾട്ടേഷൻ ഫേസ് എന്ന് പറയും. മെയിൻ്റനൻസ് ഫേസിന് കണ്ടിന്യൂവേഷൻ ഫേസ് എന്ന് പറയും. ഓക്കെ. ഈ 1, 2 അതായത് ഇൻഡക്ഷൻ ഫേസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഒരു റെമിഷൻ ഉണ്ടായതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 3ഉം 4ഉം. അതായത് ഇന്റൻസിഫിക്കേഷൻ ഫേസും മെയിൻ്റനൻസ് ഫേസും. ഓക്കെ. അതിൽ കൊടുക്കുന്ന ഡ്രഗാണ്. ജസ്റ്റ് അന്നെങ്ങാണ്ട് പടവലം നെറ്റാൻ കോഡ് പറഞ്ഞിരുന്നു. ഇത് കോഡൊന്നും കണ്ടില്ല. ഒരുപാട് ഡ്രഗ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഡക്ഷൻ ആദ്യത്തെ ഇനീഷ്യൽ ഫേസിൽ 1 മാസത്തേക്കാണ് നമ്മൾ കൊടുക്കുക. ഏതൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ പ്രെഡ്നിസോൺ, വിൻക്രിസ്റ്റിൻ, ഡോണോറോബിസിൻ, L-asparagines. ഇതില് പ്രെഡ്നിസോൺ എല്ലാ ദിവസവും കൊടുക്കും, 1 മുതൽ 28 ഡേയ്സ് വരെ എല്ലാ ദിവസവും. വിൻക്രിസ്റ്റിൻ എന്ന് പറയുന്നത് ഓരോ ആഴ്ച ഇടവിട്ട്, ഒരു തിങ്കളാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വിൻക്രിസ്റ്റിൻ കൊടുക്കും, അതിന്റെ അടുത്ത തിങ്കളാഴ്ച ഡോണോറോബിസിൻ കൊടുക്കും, അതിന്റെ അടുത്ത തിങ്കളാഴ്ച L-asparagines കൊടുക്കും. റൈറ്റ്. ഈ കൊടുക്കുന്ന തന്നെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആയിട്ടുള്ള പ്രെഡ്നിസോൺ ഓറലി ആണ് കൊടുക്കുക. വിൻക്രിസ്റ്റിനും ഡോണോറോബിസിനും IV ആയിട്ടും L-asparagines ഇൻട്രാമസ്കുലർ ആയിട്ടും. റൈറ്റ്. അതാണ് ഇൻഡക്ഷൻ ഫേസിന്. സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള CNS പ്രൊഫൈലാക്സിസിന് ഞാൻ പറഞ്ഞു എന്ത് പറയും, ഇൻഡക്ഷൻ 2 എന്നും കൂടെ പറയും. അതിൽ ഇനീഷ്യലി ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി ഒരു ഡ്രഗും ഇൻഡക്ഷൻ 2 നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ഇത് എഴുതണം, ഇൻട്രാതീക്കൽ മെത്തോട്രെക്സേറ്റ്. ഓരോ ആഴ്ച ഇടവിട്ട് 7 ഡേയ്സ് ഇടവിട്ട് ഇന്റർവെല്ലിൽ ഇൻട്രാതീക്കൽ മെത്തോട്രെക്സേറ്റ്. ഇത് ടെക്സ്റ്റിലുള്ള ടേബിൾ ആണ് കേട്ടോ, അത് നോക്കിയിട്ട് ഡ്രഗ്സിന് പഠിക്കാം. ഇൻഡക്ഷൻ ഫേസ് മാത്രം PDVL പടവൻ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കുക. ബാക്കിയെല്ലാം ഡ്രഗ് ഇങ്ങനെ വാരി വലിച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ഷൻ 2 ആകെ ഓർമ്മിച്ചിരിക്കേണ്ടത് CNS പ്രൊഫൈലാക്സിസിനാണ്, ഇൻട്രാതീക്കൽ മെത്തോട്രെക്സേറ്റ്. റൈറ്റ്. പോവാണെ അത് നോക്കിയാൽ മതി. മറ്റേത് കൺസോൾട്ടേഷനും മെയിൻ്റനൻസ് ഫേസും 1 മാസം കഴിഞ്ഞിട്ട് നോക്കും. ഇൻഡക്ഷൻ ഫേസ് കഴിഞ്ഞിട്ട് നോക്കും ബ്ലാസ്റ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കൺസോൾട്ടേഷൻ ഫേസും മെയിൻ്റനൻസ് ഫേസും. ഇതാ ഇൻഡക്ഷൻ ഫേസ് ഉണ്ടോ. ഇൻഡക്ഷൻ ഫേസിൽ PDVL 4 ഡ്രഗ് പടവലം എന്ന് ഓർമ്മിച്ച്, പെർനിസോൺ, ഡോണോറോബിസിൻ, വിൻക്രിസ്റ്റിൻ ആൻഡ് L-asparagines. ഇതിൽ ഡോണോറോബിസിനും നടുക്കുള്ള 2 ഡ്രഗ് IV ആയിട്ട്, ആദ്യത്തേത് P ഓറലി ആയിട്ട്, L-asparagine ഇൻട്രാമസ്കുലർ ആയിട്ട്. ഇൻഡക്ഷൻ ഫേസിന്റെ ഉദ്ദേശം, മെയിൻ എയിം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു പെർസെന്റേജ് ലിംഫോബ്ലാസ്റ്റിന്റെ? ഗ്രേറ്റർ ദാൻ 25. ആ ഗ്രേറ്റർ ദാൻ 25% ആഫ്റ്റർ 1 month ഇൻഡക്ഷൻ ഫേസിന് ശേഷം ലെസ് ദാൻ 5% ആക്കുക എന്നുള്ളതാണ് ഇൻഡക്ഷൻ ഫേസിന്റെ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അങ്ങനെ ഇൻഡക്ഷൻ ഫേസ് കഴിഞ്ഞാൽ കൊടുക്കേണ്ട അടുത്ത ഇതാണ് ഇന്റൻസിഫിക്കേഷൻ, ആഫ്റ്റർ ഇൻഡക്ഷൻ കൊടുക്കുന്നത്. റൈറ്റ്. പിന്നെ മെയിൻ്റനൻസ് ഫേസ് ആണ്. മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഫേസ് കഴിഞ്ഞാൽ തന്നെ എന്തിന്റെ കൂടെ, ഇന്റൻസിഫിക്കേഷൻ ഫേസിന്റെ കൂടെ തന്നെ കൊടുക്കും മെയിൻ്റനൻസ് ഫേസ്. അത് ഫർദർ നമ്മൾ ഇപ്പോ റിമിഷൻ ചെയ്ത് ALL നിർത്തി, അതിന്റെ ഒരു കണ്ടീഷനും കാണിക്കുന്നില്ല, കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം, ഇതിന്റെ ALLന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റ് ഓഫ് റിലാപ്സ് ആണ്, വീണ്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ റിലാപ്സ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, റിലാപ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
മെയിൻ്റനൻസ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2 to 2.5 ഇയേഴ്സ് ഇൻഡക്ഷൻ ഫേസിന് ശേഷം 2 മുതൽ 2.5 വർഷം വരെ മെയിൻ്റനൻസ് ഫേസ് കൊടുത്തുകൊണ്ടിരിക്കും ഡ്രഗ്സ്. നമ്മളിപ്പോൾ ഇൻഡക്ഷൻ ഫേസ് കഴിഞ്ഞ് 2 to 4 months മെയിൻ്റനൻസ് ഫേസ് കൊടുത്തില്ല എന്ന് വിചാരിക്കാം. എന്നാൽ 2 മുതൽ 4 മാസത്തിന് ശേഷം വീണ്ടും ALL എന്ത് ചെയ്യും, ആ കുട്ടിയിൽ കാണാൻ പറ്റും. അതിന്റെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതൊക്കെയാ 4 ഫേസ്? ഇൻഡക്ഷൻ, CNS prophylaxis, അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടു ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ, മെയിൻ്റനൻസ്, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ. ഇൻഡക്ഷൻ ആണ് മെയിൻ റെജിമെൻ എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ആദ്യം കൊടുക്കുന്ന ആദ്യത്തെ 1 മാസം. അത് കഴിഞ്ഞിട്ട് ലെസ് ദാൻ 5% നമ്മൾ ഒന്നുകൂടെ ബ്ലാസ്റ്റ് പരിശോധിക്കുമ്പോൾ ലെസ് ദാൻ 5% മാത്രം ബ്ലാസ്റ്റ് കാണുന്നെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഇന്റൻസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്യും. മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 2 to 4 monthsനുള്ളിൽ എന്തും വീണ്ടും ALL ആ കുട്ടിയിൽ സിംറ്റംസ് വരാൻ തുടങ്ങും, ചാൻസ് ഉണ്ട്. റൈറ്റ്? ഇനിയാണ് റിലാപ്സ്. റിലാപ്സ് ഏതിലൊക്കെ കൂടുതലായിട്ട്, എവിടെയൊക്കെ കൂടുതലായിട്ട് വരുന്നത്? ഒന്ന് ബോൺ മാരോയിൽ വരാം, രണ്ടാമത്തത് CNS വരാം, മൂന്നാമത്തെ ടെസ്റ്റിസിൽ. ഒക്കറൻസും ഇതേ ക്രമത്തിലാണ്. ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് റിലാപ്സ് വരുന്നത് ബോൺ മാരോയിലാണ്, അത് കഴിഞ്ഞിട്ട് CNS, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിസ്. റൈറ്റ്? ഇനി ഇന്നലെ ഒരു ഡ്രഗ് പറഞ്ഞിരുന്നു റിലേറ്റഡ് ടു AML, ഗോപിക, എപ്പിപോഡോഫിലോടോക്സിൻ ഉള്ള. എപ്പിപോഡോഫിലോടോക്സിൻ ആ ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ ഫർദർ ആയിട്ട് ഈ ALL വരുന്ന ഒരു കേസിൽ AML വരാനുള്ള ചാൻസ് ലേറ്റ് ഫേസിൽ, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് എപ്പിപോഡോഫിലോടോക്സിൻ എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ ലേറ്റ് ഫേസിൽ AML വരാനുള്ള ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. റൈറ്റ്? ഡ്രഗ് ആൻഡ് കണ്ടീഷൻ, എപ്പിപോഡോഫിലോടോക്സിൻ, AML. ഇനി തുടക്കം തൊട്ടേ പറയുന്നത് ഡൗൺ സിൻഡ്രോം ഈ AML ആയിട്ട് ഭയങ്കരമായിട്ട് കോറിലേഷൻ ഉണ്ട്. ഡൗൺ സിൻഡ്രോം ഏതിലായിരുന്നു വരാൻ ചാൻസ്? AML-ലാണോ ALL-ലാണോ? അല്ല, അങ്ങനെയല്ല. എങ്ങനെ പറയും? ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് വരാൻ ചാൻസ് കൂടുതൽ ഏതാ? ALL ആയിരിക്കും കൂടുതലായിട്ട് വരിക. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ALL കൂടുതലായിരിക്കും, AML കുറവായിരിക്കും. പക്ഷെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് വേറൊരു കണ്ടീഷനും കൂടെ വരാം, ഒരു 10%. അതിന്റെ പേരാണ് ട്രാൻസിയന്റ് മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ. അത് വരുന്നത് എന്ന് പറയുന്നത് GATA1 എന്ന് പറയുന്ന ജീനിന്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ്. അഡീഷണൽ ആയിട്ട് AML-ഓ ALL-ഓ വരുന്ന കുട്ടികൾക്ക് അഡീഷണൽ ഒരു 10% ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് വരുന്ന മറ്റൊരു കണ്ടീഷനാണ് ട്രാൻസിയന്റ് മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ. അത് GATA1 എന്ന് പറയുന്ന ജീനിന്റെ മ്യൂട്ടേഷൻ കൊണ്ടാണ്. 3 months കൊണ്ട് തന്നെ അത് റിസോൾവ് ആവുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഡൗൺ സിൻഡ്രോം AML കണ്ടീഷനിൽ കൂടുതലായിട്ട് വരുന്ന ആ ക്ലാസിഫിക്കേഷനിൽ, AML-ന്റെ ക്ലാസിഫിക്കേഷനിൽ M7 ടൈപ്പ് ഓഫ് AML ആയിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ റിസ്കിനെ പറ്റിയാണ്. ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് AML വന്നാൽ, അത് ഡൗൺ സിൻഡ്രോം ഇല്ലാത്തൊരു കുട്ടിക്ക് AML വന്നാൽ, ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് AML വരുന്നതായിരിക്കും ലോ റിസ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആലോചിക്കുക. DS വിത്ത് AML ആണ് ലോ റിസ്ക്, DS വിത്തൗട്ട് AML അല്ല, AML വിത്തൗട്ട് DS ഹൈ റിസ്ക് ആണ്. ലോ റിസ്ക് ആണ്. അങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിക്ക് AML വന്ന് അവർക്ക് ലോ റിസ്ക് ആയിരിക്കും. സാധാ ഒരു AML ഉള്ള കുട്ടിക്ക് അനുസരിച്ച് ഒരു 2 കുട്ടികൾക്ക് AML ഉണ്ട്, പക്ഷെ ഒരു കുട്ടിക്ക് AML ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട്. അപ്പോ AML വിത്ത് ഡൗൺ സിൻഡ്രോം പെട്ടെന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട് വിത്തൗട്ട് AML. എന്നാൽ ALL-ന്റെ കേസിൽ നേരെ തിരിച്ചാണ്. ALL വിത്ത് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടി, അല്ലാതെ ALL മാത്രമുള്ള ഒരു കുട്ടി. അപ്പോൾ ALL മാത്രമുള്ള കുട്ടിക്കായിരിക്കും വേഗം മാറാനുള്ള ചാൻസ്, ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിക്ക് ഹൈ റിസ്ക് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. ഇത്രയാണ്
ALL എന്ന് പറയുന്നത്. മനസ്സിലായോ? ആടാ മനസ്സിലായി. ഹലോ, എടാ ആ ആ. എപ്പിപോഡോഫിലോടോക്സിൻ അതൊന്നും ലേറ്റ് ഫേസിൽ ആ ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ AML വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. കാരണം എപ്പിപോഡോഫിലോടോക്സിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട് AML-ന്റെ.